അടുത്ത പോർഷനിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഹെബ്രായലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുകയാണ്. Verse 7 to 17. ഹെബ്രായലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പ്രധാനമായിട്ട് അതിന്റെ ഹെഡിങ് നോട്ട് ചെയ്താട്ട്, റെസ്പോൺസിബിലിറ്റീസ് ഇൻ സ്പിരിച്വൽ റിലേഷൻ. ആത്മീയ ബന്ധത്തിലുള്ളതായിരിക്കും നമ്മുടെ ഉത്തരവാദിത്വം. ആത്മീയ ബന്ധത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം. ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ എബ്രായലേഖന കർത്താവ്, ആ എബ്രായലേഖനത്തില് 13-ാം അധ്യായം തുടക്ക ഭാഗത്തില് ഒരു ദൈവ പൈതലിന്റെ സാമൂഹ്യമായിരിക്കുന്ന ഉത്തരവാദിത്തത്തെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താന് അടുത്ത ഒരു ലെവലിലേക്ക് താൻ കടക്കുകയാണ്. ആത്മീയമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. ഒരു ദൈവ പൈതലിന് ആത്മീയമായിരിക്കുന്ന ഉത്തരവാദിത്തമുണ്ട്. അതിലെ പ്രധാനമായിട്ട് നമ്മൾ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ്. Verse 7. 3 കാര്യങ്ങളാണ് 7 മുതൽ 17 വരെ വാക്യത്തെ നമ്മളെ പഠിപ്പിക്കുന്നത്. We may divide into 3. ഒന്നാമത്തേത് the duty of a Christian to their ministers. ശുശ്രൂഷന്മാരോടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ കടപ്പാട്. The duty of a Christian to their ministers. Verse 7. 7-ാമത്തെ വാക്യം. Next, continue in the fear of God, fear of Christ. ക്രിസ്തുവിന്റെ ഭയത്തിൽ മുൻപോട്ട് വളരുക. Continue in the fear of Christ. Verse 8 to 16. മൂന്നാമതായിട്ട്, be obedient to those who leads you. നിങ്ങളെ നയിക്കുന്നവരെ അനുസരിക്കുക. Be obedient to those who leads you. Verse 17. ഇന്ന് രാത്രി നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. The duty of a Christian to their ministers. പ്രധാനമായിട്ട് നമ്മൾ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഈ 13-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് 3 വാക്യങ്ങളാണ് ലീഡേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. 3 കോട്ടിങ്സ്, 3 ഭാഗത്ത് 3 വാക്യങ്ങൾ നടത്തിപ്പുകാരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദ ഫസ്റ്റ് പോർഷൻ ആണ് Verse 7. 7-ാമത്തെ വാക്യം നമ്മൾ വായിപ്പിച്ചത്. 2-ാമത്തെ ഭാഗമാണ് Verse 17. 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യം. 3-ാമത്തെ കോട്ടിംഗ് ആണ് Verse 24. 24-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചാട്ടെ ഈ 3 വാക്യങ്ങൾ ഒരിക്കൽ കൂടുതൽ വായിച്ചത്. 7, 17, 24 വാക്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 3 ഭാഗത്താണ് നടത്തുന്നവർ എന്നുള്ള ഒരു വിഷയം ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ 3 വാക്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ 3 വാക്യങ്ങൾ തമ്മിൽ ഒരു വ്യത്യാസം നമ്മൾ കാണുവാൻ സാധിക്കും. 7-ാമത്തെ വാക്യവും 17ഉം 24-ാമത്തെ വാക്യം തമ്മിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ഒന്ന് വായിച്ചാട്ട് വീണ്ടും ഒരിക്കൽ കൂടി 7-ാമത്തെ വാക്യം. Verse 7. അവരുടെ ജീവാവസാനമോർത്ത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയപ്പെടുന്നതായിരിക്കുന്ന ലീഡേഴ്സ്, നടത്തിപ്പുകാരെന്ന് പറയുന്നത് ഓൾറെഡി എന്തായവരാ, മരിച്ചു പോയവരെ കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റ് 2 ഭാഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ മരിച്ചുപോയ ലീഡേഴ്സിനെ കുറിച്ചല്ല. Verse 17 ഒന്ന് വായിച്ചോട്ടെ. Verse 17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച്. അപ്പോൾ അത് ആ പ്രസന്റ് ടൈമിൽ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ അവരെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയതായിരിക്കുന്ന ദൈവദാസന്മാരെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, എബ്രായ ലേഖനത്തിന്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത്
എബ്രായ വിശ്വാസം ഒത്തിരി പീഡനങ്ങൾ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒത്തിരി കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒത്തിരി പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അവർ ചങ്ങലകൾ അവർ ധരിക്കേണ്ടതായിട്ട് വന്നു. ബന്ധനത്തിന് അകത്തവരായിരുന്നു. കൊല്ലപ്പെടുവാനായിട്ട് കാരണമായി തീർന്നു. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ സ്തേഫാനോസ് കൊല്ലപ്പെടുവാൻ ഇടയായിത്തീർന്നു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഹെരോദാവ് യാക്കോബ് അപ്പോസ്തലനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അങ്ങനെ ഒത്തിരി നേതാക്കന്മാര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ചരിത്രമാണ് അവരുടെ മുൻപിലുള്ളത്. ഇപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസൻ അവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളെ നടത്തിയവരെ ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർത്ത് നോക്കേണ്ട ഒരു ഉദ്ദേശം, ഒരാവശ്യമുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഞാനൊന്ന് ഫോക്കസ് ചെയ്യുവാൻ പോകുന്നത്, ആരായിരിക്കും ഒരു ലീഡർ? ഒരു ലീഡറിന്റെ ക്വാളിറ്റീസ്, 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോവുകയാണ്. 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്. അതിനുശേഷം താഴെ വന്നിട്ട് നമുക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി എന്ത് എന്നുള്ളത് നമ്മൾ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന 2-3 വേർഡുകളാണ് ഈ ലീഡേഴ്സുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. ഒന്ന്, മൂപ്പൻ എന്നുള്ളൊരു വേർഡ് നമ്മൾ കാണുന്നു, എൽഡേഴ്സ്. 2, ഓവർസിയർ, അധ്യക്ഷൻ. 3 നമ്മൾ കാണുക ഷെപ്പേർഡ്സ്, ഇടയന്മാർ, ഇടയൻ. ഒന്ന് നോക്കിയാട്ട് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 17-28 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 17. 17-ാമത്തെ വാക്യം ആദ്യമായിട്ടൊന്ന് വായിച്ചാട്ട്. സഭയിലെ മൂപ്പന്മാരെ വരുത്തി. ഇവിടെ അതിന്റെ ഗ്രീക്ക് വേർഡാണ് പ്രസ്ബിറ്റോറിയോസ്. അതാണ് ഗ്രീക്ക് വേർഡ്. അപ്പോൾ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എൽഡർ, മൂപ്പൻ. മൂപ്പൻ എന്നുള്ള വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ക്വാളിഫിക്കേഷനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ്സ് റിലേറ്റ് ടു ക്വാളിഫിക്കേഷൻ. മൂപ്പൻ എന്നുള്ള വേർഡ് ദൈവത്തിന്റെ വചനത്തിൽ യൂസ് ചെയ്തിരിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഇൻ റിലേഷൻ ടു ക്വാളിഫിക്കേഷൻ. എന്താണ് പ്രധാനമായിട്ട് അവരുടെ ക്വാളിഫിക്കേഷൻ? നമ്മൾ കാണുന്ന 2 ക്വാളിഫിക്കേഷൻ ആണ് ദ മച്യൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. അവർ മച്ചുവറായിരിക്കണം, പക്വതയുള്ളവരായിരിക്കണം. അവർക്ക് അതിനെക്കുറിച്ചുള്ളായിരിക്കുന്ന അറിവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം ഈ മൂപ്പൻ എന്നുള്ള വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് മോശ മുഖാന്തരമായിട്ടാകുന്നുവെന്ന് നമുക്ക് കാണാം. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 16. ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ശ്രദ്ധിക്കണ വേർഡ്. അപ്പോൾ മൂപ്പന്മാരെ സെലക്ട് ചെയ്തപ്പോൾ അവരുടെ ക്വാളിറ്റി അന്ന് സ്വർഗത്തിലെ ദൈവം കണ്ട ക്വാളിറ്റിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ അന്ന് മൂപ്പന്മാരെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായിത്തീർന്നപ്പോൾ അന്ന് യെരൂശലേമിൽ ഇസ്രായേൽ മക്കൾക്ക് ഒത്തിരി പ്രമാണിമാരുണ്ട്. പക്ഷേ ആ മൂപ്പന്മാരായിട്ട് 70 പേരെ തെരഞ്ഞെടുക്കുവാനായിട്ടിടയായിത്തീർന്നപ്പോൾ ദൈവം അവരെ കണ്ടതായിരിക്കുന്ന ക്വാളിറ്റി വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാട്ട്. അപ്പോൾ ഒന്നാമതായിട്ട് അവരാരായിരിക്കണം? ജനത്തിൽ അവർ പ്രമാണികളായിരിക്കണം. സാധാരണപ്പെട്ട വ്യക്തിയല്ല ഒരു മൂപ്പൻ എന്നുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരേണ്ടത്. അവർ ഓൾറെഡി ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്നവരായിരിക്കണം. മൂപ്പൻ എന്ന് പറയുന്നത് ജനത്തിൽ പ്രമാണിയായിരിക്കണം. പ്രമാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന ഒരു കൂട്ടത്തിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ മുകളിലായിരിക്കണം ഈ മൂപ്പനായിരിക്കേണ്ടത്. താഴോട്ട് അപ്പോൾ അവിടെ ദൈവം കണ്ടതായിരിക്കുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു. അവിടെ ദൈവം സെലക്ട് ചെയ്തപ്പോൾ ആ മൂപ്പന്മാരെന്ന് പറയുവാൻ ഇടയായിത്തീർന്നവർ അന്ന് സമൂഹത്തിൽ നേരെ നിൽക്കുന്നവർ, അഥവാ അന്നത്തെ സമൂഹത്തെ നയിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ്. അതിൽ നിന്ന് 70 പേരെയാണ് ദൈവം മോശയോട് പറഞ്ഞത് തെരഞ്ഞെടുക്കുവാനായിട്ട് പറഞ്ഞത്.
പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് അത് ഒരു ക്വാളിഫിക്കേഷൻ, ഒരു കുടുംബത്തിന്റെ പ്രമാണി എന്നുള്ളതല്ല. പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പ്രമാണികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. സാധാരണപ്പെട്ട ലെവലിലുള്ള ഒരാളെയല്ല തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അന്ന് പ്രമാണിമാരെയാ തിരഞ്ഞെടുത്തത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, അവിടെ പ്രമാണികളെ അല്ല തിരഞ്ഞെടുക്കുന്നത്, ആത്മീയത്തിൽ മച്യൂരിറ്റി വന്നവരെയാ തിരഞ്ഞെടുക്കുന്നത്, പക്വതയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു അധ്യസ്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു മൂപ്പൻ എന്നുള്ള പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു മൂപ്പനിൽ കൂടെ സ്വാഭാവികമായിട്ട് വെളിപ്പെടേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്, ആ മൂപ്പൻ ഒരു ആരായിരിക്കണം? ഒരു മച്യൂർ പേഴ്സൺ ആയിരിക്കണം. ഒരു മച്യൂരിറ്റി. നിങ്ങൾക്കറിയാം, ഒരു മച്യൂരിറ്റി കടന്നു വരണമെങ്കിൽ ചില കാര്യം അറിയുന്നത് കൊണ്ട് സാധ്യമല്ല. ഒരു വ്യക്തിയുടെ മച്യൂരിറ്റി വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവർ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നുവോ അതാണ് അവരുടെ മച്യൂരിറ്റി വെളിപ്പെടുത്തുന്നത്. അനുകൂലമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നുവെന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രതികൂലങ്ങളുടെ നടുവിൽ എങ്ങനെ ആ സാഹചര്യങ്ങളെ റിയാക്ട് ചെയ്യുന്നുവോ. റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബുദ്ധിക്കനുസൃതമായിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളതല്ല, പിന്നെ ദൈവിക പരിജ്ഞാനത്തിനനുസൃതമായിട്ട് റിയാക്ട് ചെയ്യുക. അതാണ് വാസ്തവത്തിൽ എൻ്റെ മച്യൂരിറ്റി എന്ന് പറയുന്നത്. ആ മച്യൂരിറ്റി ഉണ്ടാകണമെങ്കിൽ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ ചിലതിൽ കൂടെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ മച്യൂരിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ നാളുകൾ ഞാൻ നിങ്ങളും അനുഭവിച്ചു കാണിക്കുന്ന വിഷയങ്ങൾ രണ്ട് രീതിയിൽ എനിക്കും നിങ്ങൾക്കും റിയാക്ട് ചെയ്യുവാൻ സാധിക്കും. ഒന്നുകിൽ മാനുഷികമായിട്ട് എനിക്കും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യുവാൻ സാധിക്കും. മാനുഷികമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ വിഷയത്തിൽ ഞാൻ വീണു പോകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവഹിതപ്രകാരം ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് എൻ്റെ മച്യൂരിറ്റിയാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഏത് ഇൻസിഡൻസും നമ്മുടെ ജീവിതത്തിൽ അത് ആത്മീയമായിട്ട് വിവേചിച്ച് ആത്മീയമായിട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതാണ് നമ്മുടെ മച്യൂരിറ്റി എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരു മച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകമായ ലക്ഷണമായിരിക്കും ആ വ്യക്തിയെ നോക്കിയാൽ കാണുവാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമായിരിക്കും സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത എന്ന് പറയുന്നത് മച്യൂരിറ്റിയുടെ ഒരു വലിയ ലക്ഷണമാണ്. അതാണ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. ഏത് സാഹചര്യങ്ങളായിരുന്നാലും വളരെ സൗമ്യതയോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ അത് ഒരു ലീഡർക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. നിങ്ങൾക്കറിയാം, മോശയുടെ ജീവിതത്തെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം സാക്ഷിച്ച വേടിപ്രകാരമാണ് ലോകത്തിൽ മോശയെ പോലെ സൗമ്യനായിട്ട് ആരെയും കണ്ടില്ല. അത്രത്തോളം സൗമ്യനായിട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകൾ തൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഇസ്രായേൽ മക്കൾ ഇത്രമാത്രം പ്രകോപനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് മോശയ്ക്കെതിരായിട്ടും മോശയുടെ ലീഡർഷിപ്പിൽ കടന്നു വന്ന ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ ഇവര് മോശയ്ക്കെതിരായിട്ട് പറഞ്ഞുവെങ്കിലും അവിടെ എങ്ങും നമ്മൾ കാണുന്നത് മോശ പ്രകോപിതനാകുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഒരൊറ്റ സമയത്താണ് മോശ പ്രകോപിതനായത്. അതാണ് മോശ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്താൻ പറ്റാതായിപ്പോയി. ബാക്കിയുള്ള എല്ലാ സന്ദർഭങ്ങളിലും മോശയല്ലാതെ മറ്റേതെങ്കിലും വ്യക്തി ആയിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെയല്ല റിയാക്ട് ചെയ്യുന്നത്. കാരണം ആ പ്രതികൂലങ്ങൾ അത്രമാത്രം ശക്തമായിരുന്നു. എന്നാൽ ഇതിന്റെ ഒക്കെ നടുവിൽ വളരെ സൗമ്യതയോടുകൂടെ മോശയ്ക്ക് നിൽക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇവിടെ മൂപ്പൻ എന്നുള്ള വേർഡ് നമ്മൾ പഠിക്കുമ്പോൾ മൂപ്പൻ ഉണ്ടാകേണ്ടതായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന രണ്ട് ക്വാളിറ്റി. മൂപ്പൻ എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിഫിക്കേഷനാണ്. ആ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനത്തിന് പ്രമാണിമാരെന്നുള്ളതല്ല, പിന്നെയോ അവർക്ക് മച്വർ ആയിരിക്കണം, അവർക്ക് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതാണ് മൂപ്പൻ എന്നുള്ള ക്വാളിറ്റിയിലേക്ക് അവരെ കൊണ്ടുവരുന്നത്. രണ്ടാമത്തെ വേർഡ് വീണ്ടും ഒരിക്കൽ കൂടെ Acts 20 verse 17 verse 28 നിങ്ങളെ തന്നെയും
താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച അധ്യക്ഷ. അപ്പോൾ ആദ്യം ആരെയാ വിളിച്ചു കൊണ്ടുവന്നത്? മൂപ്പന്മാരെ. രണ്ടാമത് ആ മൂപ്പന്മാരെ തന്നെ ദൈവത്തിന്റെ ദാസനാകുന്ന പൗലോസ് വിളിക്കുന്ന പേര് മൂപ്പൻ എന്നല്ല, പിന്നെയോ ഓവർസിയർ, അധ്യക്ഷൻ. അതാണ് ബിഷപ്പ്. ഇതെല്ലാം സെയിം മീനിങ്. ഓവർസിയർ അല്ലെങ്കിൽ ബിഷപ്പ്, അധ്യക്ഷൻ. അധ്യക്ഷൻ, ബിഷപ്പ് അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നുള്ള പേര് വെളിപ്പെടുമ്പോൾ അത് ഇൻ റിലേഷൻ ടു റെസ്പോൺസിബിലിറ്റി, ചുമതലയുമായിരിക്കുന്ന ബന്ധത്തിൽ. റെസ്പോൺസിബിലിറ്റി പറഞ്ഞ രണ്ട് വേർഡ് നിങ്ങൾ ഓർമ്മയിൽ വേണം. ഒന്ന് ഞാൻ പറഞ്ഞത് എൽഡർ. ആ വേർഡ് ഇൻ റിലേഷൻ ടു ഏതായിരുന്നു? ക്വാളിഫിക്കേഷൻ. രണ്ട് ഞാൻ പറഞ്ഞു വന്നത് അധ്യക്ഷൻ. അധ്യക്ഷൻ എന്ന് പറയുന്നത് ഇൻ റിലേഷൻ ടു റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ചുമതല. അപ്പോൾ ചുമതലയാണ് അധ്യക്ഷത ചെയ്യുക എന്ന് പറയുന്നത്, അധ്യക്ഷം വഹിക്കുക എന്നുള്ളത്. അധ്യക്ഷത വഹിക്കുക എന്ന് പറയുന്നത് ആ ജനത്തെ നയിക്കുക എന്നുള്ളത്, ആ ജനത്തെ മുൻപോട്ട് നയിക്കുക. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം അവർക്കുള്ള ക്വാളിറ്റി എന്നുള്ളത് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് അതിന്റെ താഴത്തെ ഭാഗം കൂടെ വായിച്ചാട്ടോ. വേഴ്സ് 20 വേണ്ട, 28-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. ആക്ട്സ് 20:28. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ആട്ടുംകൂട്ടം മുഴുവനെയും. അപ്പോൾ ഇവിടെ ആരായിട്ടാണ് ഈ ബിഷപ്പ് വെളിപ്പെടുന്നത്? ഷെപ്പേർഡ്, ഇടയൻ. 1 Peter chapter 5, 1 പത്രോസ് 5-ാം അധ്യായം വേഴ്സ് 2. ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. വേഴ്സ് 1 and 2. ഒന്നുകൂടെ വായിച്ചാട്ട്. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂത്തുമൂപ്പനും. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പത്രോസ് തന്നെ കുറിച്ച് തന്നെ വെളിപ്പെടുത്തുന്നത് പേരെന്ന് പറയുന്നത് താൻ ആരാണെന്ന് പറയുക? ഒരു മൂപ്പൻ, കൂട്ടുമൂപ്പൻ, മൂപ്പന്മാരിൽ ഒരു സ്ഥാനം. എന്നിട്ട് താൻ പറയുന്നു താന് അധ്യക്ഷനാണ്. നെക്സ്റ്റ് വേർഡ് പറയുന്നു താൻ ആരുമാണ്? ഇടയനുമാണ്. അപ്പോൾ ഈ 3 പേരുകളാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ലീഡറിന് കൊടുത്തിരിക്കുന്ന പേര്. ഒന്ന് അത് മൂപ്പൻ എന്ന് പറയുന്നു, അഥവാ അതിനുശേഷം അധ്യക്ഷൻ, അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഇടയൻ. ഇടയൻ എന്താ ചെയ്യുന്നത്? ഇടയൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇടയനും ഓവർസീറും രണ്ടും സെയിം കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. റെസ്പോൺസിബിലിറ്റി, രണ്ടും ചുമതലയെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ചുമതലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്തായിരിക്കണം അവരുടെ ചുമതല എന്നുള്ളത് നമ്മുടെ പിന്നാലെ ചിന്തിക്കുന്നതായിരിക്കും. വേഴ്സ് 17. അന്ന് ഞാൻ ആ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ മടങ്ങി വരികയാണ്. വേഴ്സ് 7, 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഒരു മൂപ്പനിൽ കൂടെ ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ക്വാളിറ്റീസ്. വായിച്ചാട്ട. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മൂപ്പന്റെ ക്വാളിറ്റി, ലീഡ്സ് ദ പീപ്പിൾ ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്താൽ ജനത്തെ നയിക്കുക. ദൈവവചനത്താൽ ദൈവജനത്തെ നയിക്കുക. ലീഡ്സ് ദ പീപ്പിൾ ത്രൂ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്താൽ ആയിരിക്കണം മൂപ്പൻ ജനത്തെ നയിക്കേണ്ടത്. ഈ വേർഡ് നമ്മൾ പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഒരത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ. അപ്പോൾ അവർ എങ്ങനെയാണ് നിങ്ങളെ നടത്തിയത്? ദൈവവചനം പ്രസംഗിച്ച്. എന്തിനാ ദൈവവചനം പ്രസംഗിച്ചത്? എങ്ങനെ നടക്കണം എന്നുള്ളതായിരുന്നു അവരുടെ പ്രസംഗ വിഷയം. എങ്ങനെയാണ് മുൻപോട്ട് കടന്നു പോകേണ്ടത്? ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് നയിക്കേണ്ടത്?
എന്തൊക്കെയായിരിക്കണം അതിനകത്തുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് അവരുടെ പ്രസംഗ വിഷയമായി തീർന്നത്. പ്രധാനമായിട്ട് ഇങ്ങനെ ഒന്ന് രേഖപ്പെടുത്തുവാനുള്ള ഒരു കാരണമുണ്ട്. 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യത്തിലേക്ക് കടന്നു. 2 Timothy chapter 4 verse 3 and 4. പത്യോപദേശം പൊറുക്കാതെ അവസാന കാലത്തിലെ ജനത്തിന്റെ ഒരു പ്രത്യേകതയാണോ നമ്മളിവിടെ കാണുന്നത്. ലാസ്റ്റ് മൊമെന്റ് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്നതിന് മുൻപായിട്ട് എന്തായിരിക്കും ലോകത്തിന്റെ ആത്മീയത്തിലെ ഒരു ഭാഗത്തിന്റെ സിറ്റുവേഷൻ? ആ വേർഡ് പറയുന്നു, പത്യോപദേശം കേൾക്കുവാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അവർക്ക് എന്തു വേണ്ട? സത്യവചനം അവർക്ക് ആവശ്യമില്ല. പത്യോപദേശം എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുന്ന ഉപദേശം, അല്ലെങ്കിൽ ശരിയായിരിക്കുന്ന വചനം, കറയില്ലാത്ത ദൈവത്തിന്റെ വചനം, കാപട്യമില്ലാത്ത ദൈവത്തിന്റെ വചനം. അപ്പോൾ ആ ദൈവത്തിന്റെ വചനത്തിന് ഇന്ന് ജനത്തിന് താല്പര്യമില്ല. അത് വേണ്ട, അത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഓൾറെഡി കാലങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു അത് കൽപ്പിച്ചിട്ടുണ്ട്. ഇതാണ് അവസാന കാലത്തിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ നല്ല വചനം അവർക്ക് കേൾക്കുവാൻ താല്പര്യമില്ലാതെ പിന്നീട് എന്താണ് അവർ കേൾക്കുവാൻ പോകുന്നത്? താഴോട്ടൊന്ന് വായിച്ചാട്ട്. കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം സത്യത്തിന് അത് ചെവി കൊടുക്കാതെ. അപ്പോൾ ദൈവദാസന്മാർ ഇന്ന് എന്ത് പറഞ്ഞുകൊണ്ടാ നടക്കുന്നേ? കെട്ടുകഥ പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇന്ന് ആർക്ക് വേണ്ടത്? ജനത്തിന് വേണ്ടത്. സത്യോപദേശമല്ല ജനത്തിന് വേണ്ടത്. ജനത്തിന് ഇന്ന് ആവശ്യമായിരിക്കുന്നത് അവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിൽ, അവരെ ഒന്ന് ചിരിപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് ഏതെങ്കിലും കെട്ടുകഥകൾ ചിരിപ്പിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ചിരിപ്പിക്കുന്നത് നല്ലതാ. കാരണം ജനത്തിൻ്റെതായിരിക്കുന്ന കോൺസെൻട്രേഷൻ ദൈവവചനത്തിലേക്ക് തിരിക്കുന്നതിന്, അവരുടെ ആ കോൺസെൻട്രേഷൻ പിടിച്ചെടുക്കുന്നതിന് ഇതെല്ലാം വളരെ ആവശ്യമായ കാര്യമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യമാണ് ജീവിതത്തിൽ വേണ്ടത്. വെറും ചില കെട്ടുകഥകൾ പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുവാനല്ല ഒരു ദൈവദാസൻ നോക്കേണ്ടത്. അതിനകത്ത് ജനത്തെ നയിക്കുവാനുള്ള ദൂത് ഉണ്ടായിരിക്കണം. ഇല്ലാത്തത്, ഇന്ന് ലോകത്തിൽ ഇല്ലാത്തത് അതാ. എന്താ ജനത്തിന് വേണ്ടത്? ഒന്ന്, സന്തോഷിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ അത് മാത്രമേ ജനം നോക്കുന്നുള്ളൂ. പക്ഷെ ഇത് അവസാന കാലത്തിൽ ലക്ഷണമായിരിക്കുമ്പോൾ ദൈവം തന്റെ ദാസരിൽ കൂടെ എബ്രായ വിശ്വാസികളോട് പറയുക, കഴിഞ്ഞ നാളുകൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഒരു ലീഡർ ഉണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ് അവ ദൈവവചനം പ്രസംഗിച്ച് അതിൽ കൂടെ ജനത്തെ നയിക്കുന്നവരാകണം. നിങ്ങൾ മനസ്സിലാക്കുന്ന ഇടയന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഒരു ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകളെ പച്ചപ്പിൽ മേടുകളിലേക്ക് നയിക്കുന്നു. അപ്പോൾ ആടുകൾക്ക് വേണ്ട പച്ചപ്പിൽ ഏതെന്ന് മനസ്സിലാക്കി ആ പച്ചപ്പിലേക്ക് നയിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം അവരുടെ നാവിൽ കൂടെ പ്രസംഗിക്കേണ്ടത്. ജനത്തിന് ആത്മീയമാർഗ വളർച്ച വരുത്തുന്നത്, ജനത്തിന് ആത്മീയമാർഗം ബലപ്പെടുത്തുന്നത്, ജനത്തെ ആത്മീയമായി ശക്തീകരിക്കുന്നത്, ജനത്തിന് പുഷ്ടി കൊടുക്കുവാൻ കാരണമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമായിരിക്കണം ദൈവദാസന്മാരിൽ കൂടെ, ലീഡേഴ്സിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു. ഇതായിരുന്നു ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്നത്. ആദിമ നൂറ്റാണ്ടിലെ ദൈവദാസന്മാരുടെ പ്രത്യേകത അതായിരുന്നു. അതാണ് ദൈവത്തിന്റെ ദാസരിൽ പ്രകാരം പറഞ്ഞത്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ. നിങ്ങൾ മനസ്സിലാക്കിയോണം, ദൈവം നമ്മളെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജനത്തിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട്, ജനത്തിന്റെ ഏത് പുല്ലാണ് അവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ട് കൊടുക്കുവാനൊരു കഴിവ് ഈ ലീഡറിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തെങ്കിലും കൊടുക്കുന്നു എന്നുള്ളതല്ല, പിന്നെ ജനത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി, സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ ജനത്തിന് തക്ക
തക്ക സമയത്ത് കൊടുക്കുവാൻ കഴിവുള്ളവനാണ് യഥാർത്ഥമായിരിക്കുന്ന മൂപ്പൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, മർക്കോസ് 13 അതിന്റെ 34-ാമത്തെ വാക്യം. അവനവന് അതത് വേല. അപ്പോൾ ഓരോരുത്തർക്കും അതത് വേല കൊടുത്തേച്ചാ പോയെ. എന്താ അവർ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ തിരുവചനപ്രകാരം പറയുന്നു, ഒരു നല്ല നിലത്ത് നട്ടതാകുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത അത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാ. ഏതാണ് അതിന്റെ കാലം? ആ സീസണിന്റെ ഫലമായിരിക്കും അത് വെളിപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു ഫലമാണെന്നല്ല, പിന്നെയോ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ള ഫലമായിരിക്കും അവർക്കൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത് ഒരു ലീഡറിന്റെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ മുൻപോട്ട് നയിക്കണം. രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റി നമ്മളിവിടെ കാണുന്നത്, വീണ്ടും വായിച്ചിട്ട് അതിന് 7-ാമത്തെ വാക്യം. അപ്പോൾ രണ്ടാമത്തെ അവരുടെ ക്വാളിറ്റി, they live in faith. വിശ്വാസത്താൽ ജീവിക്കുന്നവരായിരിക്കണം മൂപ്പൻ. ഒരു മൂപ്പനെ നോക്കിക്കഴിയുമ്പോൾ, ഒരു ഓവർസിയറെ നോക്കിക്കഴിയുമ്പോൾ, ഒരു ഓവർസിയർ കൂടെ മറ്റുള്ളവരെ കാണേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ആ ഓവർസിയർ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരാളായിരിക്കണം. തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ, തന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മധ്യത്തിൽ, അതിന്റെ നടുവിൽ വിശ്വാസം വെളിപ്പെടുത്തുവാൻ സാധിക്കണം. അത് ജനം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. പലപ്പോഴും ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം പ്രവൃത്തിയുമായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. പലരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയില്ലായ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് വിശ്വാസ ജീവിതമായിരിക്കണം എന്റെയും നിങ്ങളുടെ മുൻപിലെ ലക്ഷ്യം. വിശ്വാസ ജീവിതമായിരിക്കണം എനിക്കും നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഞാൻ ആ ഭാഗം വീണ്ടും ഒന്നുകൂടെ താഴോട്ട് വരുമ്പോൾ ഞാൻ വ്യാഖ്യാനിക്കുക. അപ്പോൾ എന്തുണ്ടായിരിക്കണം അവരുടെ ജീവിതത്തില്? അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എ ലൈഫ് ഓഫ് ഫെയ്ത്ത് ആയിരിക്കണം. വിശ്വാസ ജീവിതമായിരിക്കണം അവരുടെ മാർഗം. വിശ്വാസ ജീവിതമായിരിക്കണം അവരുടെ ലക്ഷ്യം. അവരുടെ ഓരോ മൂമെന്റ്സും വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുവാൻ സാധിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന് കർത്താവായ യേശു നിക്കോദെമോസിനോട് ഇപ്രകാരം പറഞ്ഞു, ആത്മാവിനാൽ ജനിച്ചവൻ ഇങ്ങനെയാകും. എങ്ങനെയാകും? കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വന്നു, ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. അത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് നിങ്ങളറിയാതിരിക്കുന്നത് പോലെ ആത്മാവിനാൽ ജനിച്ചവൻ അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, അവനെ ലോകത്തിന്റെ മക്കൾക്ക് ഒന്ന് ചിന്തിച്ചു വെക്കുന്ന രീതിയിൽ ഉള്ളൊരു പ്രവർത്തനമായിരിക്കത്തില്ല ഒരു ദൈവപൈതൽ കൂടെ വെളിപ്പെടുവാൻ സാധിക്കേണ്ടത്. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ കൂടെ വെളിപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദാസൻ പറയുവാൻ ഇടയായിത്തീർന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവരുടെ ജീവാവസാനമോത്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിനോട് വലിയ പ്രാധാന്യതയായിരുന്നു. അവർ മരിച്ചു എങ്കിൽ തന്നെയും ദൈവത്തിന്റെ ദാസൻ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ അവരെ കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്, അവർ എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു എന്ന് സാക്ഷ്യം പ്രാപിച്ചു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു സാക്ഷ്യം ലഭിച്ചവരാ. എന്തായിരുന്നു അവരുടെ സാക്ഷ്യം? അവർ വിശ്വാസത്തിൽ മരിച്ചുവെന്നായിരുന്നു സാക്ഷ്യം. എന്ന് പറഞ്ഞാൽ അവരുടെ കല്ലറയിൽ ഒരു പേര് കൊത്തിവെക്കുവാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ഒരു കാര്യം പറയുവാൻ സാധിക്കും, അവരുടെ കല്ലറയുടെ മുൻപിലോ കഴിഞ്ഞ നാളുകളുടെ അവരുടെ ജീവിതത്തെ പിന്നോട്ട് നോക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് പറയുവാൻ ഒന്നുണ്ട്, ഈ പ്രിയപ്പെട്ടവരുടെ കിടക്കുന്നവ അവർ വിശ്വാസത്തിൽ മരിച്ചവരാ. വിശ്വാസത്തിന് വേണ്ടി അവർ മരിക്കുവാൻ കാരണമായി തീർന്നതാ. മൂന്നാമത്തെ അവരുടെ ക്വാളിറ്റിയാണ് അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ എന്ന് പറഞ്ഞാൽ they have to be loyal till death.
മരണം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അവര് വിശ്വാസത്തിൽ ലോയലായിരിക്കുന്നത് വളരെ ആവശ്യമാണ്. മരിക്കേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ കടന്നു വന്നു. പക്ഷേ ആ സ്ഥാനത്തും അവക്കുണ്ടാകേണ്ട ഒരു പ്രത്യേകത, എൻ്റെ വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നിങ്ങൾ നോക്കിയാണ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 17 അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വാക്ക്, ആ വാക്ക് ഫിലിപ്പിയൻസ് 2:17, ഫിലിപ്പിയർ 2:17 വാക്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവിടെ ദൈവത്തിന്റെ ദാസൻ ഫിലിപ്പിയ സഭ ഒത്തിരി കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുക. ആത്മീയ ജീവിതത്തിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ച മുഖാന്തരമായിട്ട് ഫിലിപ്പിയ ആൾക്കാർ മുഴുവൻ അവരെ എതിർത്ത് അവരെ കൊല്ലുവാനായിട്ട് ഇടയായിത്തീരുന്ന സമയത്ത് ദൈവത്തിന്റെ ദാസൻ പൗലോസ് അവരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ വിശ്വാസം എന്തായിത്തീർന്നെന്നറിയാമോ? ഇറ്റ്സ് ബിക്കം എ സാക്രിഫൈസ്. വിശ്വാസം ചില സന്ദർഭങ്ങളിൽ ഒരു യാഗമായി മാറ്റപ്പെടും. എല്ലായ്പ്പോഴും വിശ്വാസം ഒരു യാഗമായി തീരേണ്ടത് ആവശ്യമില്ല. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കൊരു യാഗമായി മാറ്റേണ്ടി വന്നു. ദാനിയേലിനെ വിളിച്ചു ചോദിച്ചാൽ ദാനിയേൽ പറയും, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കൊരു യാഗമായി മാറ്റേണ്ടി വന്നു. വിശ്വാസം യാഗമായി മാറ്റുക. പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ താനും പറയുവാൻ സാധിക്കുന്ന ഒരു വേർഡാണ്, എൻ്റെ വിശ്വാസം ഒരു യാഗമായി തീരേണ്ടി വന്നു. നമ്മളൊക്കെ എവിടൊക്കെയോ കിടക്കുന്നു നമ്മുടെ വിശ്വാസം, അല്ലേ? ഇതിൻ്റെ ഒരു അറ്റത്ത് പോലും വന്നിട്ടില്ല, ഇതിൻ്റെ ഒരു കോണിൽ പോലും എത്തപ്പെട്ടിട്ടില്ല. എന്നിട്ട് പോലും ഒരു കൊച്ചു ശിവന്റെ മുമ്പിൽ വിശ്വാസമില്ലാതെ അവിശ്വാസിയേക്കാൾ കഷ്ടമായി ജീവിക്കുവാൻ ഇടയായിത്തീരുന്ന കാലങ്ങൾ കഴിക്കുന്ന, ഞാനും നിങ്ങളും കഴിക്കുന്ന കാലങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മൾ നിന്ദിക്കപ്പെടേണ്ടവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. വിശ്വാസമെന്ന യാഗം, തങ്ങളുടെ വിശ്വാസം ഒരു യാഗമായി മാറ്റി, യാഗമായി തീർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ദാസൻ പറയുന്ന ഫിലിപ്പിയ സഭയോട് പറയുക, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കേണ്ട ശുശ്രൂഷയിൽ എൻ്റെ രക്തം കൂടെ ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ, അവരുടെ വിശ്വാസം യാഗമായി മാറ്റിയതിൻ്റെ നടുവിൽ താനും അവക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെട്ടു എന്നുള്ളതാ വിഷയം. എന്തിനു വേണ്ടി? ഫോർ ദ ഫെയ്ത്ത്, ലോയൽ ടു ദ ഫെയ്ത്ത്. അവരുടെ വിശ്വാസം അത് ഒരു സത്യമായി തീരേണ്ടതിനോ, അവരുടെ വിശ്വാസം ഒരു യാഥാർത്ഥ്യമായി തീരേണ്ടതിനോ, അവരുടെ വിശ്വാസം ഒന്ന് ശരിയായി മാറ്റപ്പെടേണ്ടതിനോ എന്ത് ചെയ്യുവാൻ അവർ ഒരുക്കമായിരുന്നു? അവർ യാഗത്തിന് വേണ്ടി ഒരുക്കമാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണേ. ചില സന്ദർഭങ്ങളെങ്കിലും നമ്മുടെ വിശ്വാസം ഒരു യാഗമായി തീർക്കേണ്ട ഒരു സമയം കടന്നു വരുവാൻ ദൈവം നമുക്കൊരവസരം തരുമ്പോൾ, അതിനുവേണ്ടി അല്പമെങ്കിലും കഷ്ടപ്പാട് ഏൽക്കുവാൻ തക്കവണ്ണം ഒരവസരം ദൈവം നമുക്ക് ഒരുക്കി തരുമ്പോൾ അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവപൈതലിൻ്റെ പ്രത്യേകത. ലഭിക്കുന്ന ഒരവസരം. ശിഷ്യന്മാരെ കുറിച്ച് എന്താ പറഞ്ഞത്? പത്രോസ് കൂട്ടാളികളെ കുറിച്ച് പറഞ്ഞു. അവരെ വിശ്വാസത്തിന് വേണ്ടി അവരെ അടിച്ചു കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വേർഡ് ഇതാണ്, തിരുനാമത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ അവർ യോഗ്യരായി എന്ന് കണ്ടതുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു. വിശ്വാസം യാഗം. വിശ്വാസം ഒരു യാഗമായി മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി അല്പമെങ്കിലും കഷ്ടം അനുഭവിക്കേണ്ട ഒരു അസാധ്യത കടന്നു വരുമ്പോൾ പലപ്പോഴും നാം സന്തോഷിക്കുകയല്ല, നാം പിറവിക്കുക നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ ആത്മീയ ജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, എനിക്കെന്തോ കിട്ടി, ഇതാണോ എനിക്ക് കിട്ടിയത്, ഇതാണോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ? പ്രിയപ്പെട്ടവർ, ഒന്ന് ഓർക്കണമേ,
ഒരു മച്ചുരിറ്റി എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിലൂടെ ഇറങ്ങിത്തിരിച്ചിട്ട് എനിക്ക് ഇതാണോ കിട്ടിയെന്ന് ചോദിക്കുന്ന പര്യായി എൻ്റെ അരുമനാഥന് വേണ്ടി ഇത്രയും സഹിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ യോഗ്യനാക്കിയല്ലോ എന്നോർത്ത് സന്തോഷിപ്പാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാളും അതാണ് ഒരു മച്ചുരിറ്റിയുടെ ലക്ഷണം. അതാണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം, നാലാമത്തെ ഒരു വിഷയം ഇവിടെ കാണുന്നത്, അവിടെ പറയുന്ന ഭാഗപ്രകാരമാണ്. നിങ്ങളോട് ദൈവം ഒരിക്കൽ കൂടെ വാക്യം ഒന്ന് വായിച്ചാൽ, അവരുടെ ജീവാവസാനമോത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ഈ വാക്യം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നൊരു വേർഡാണ്. എന്താണെന്നറിയാം, അവരുടെ ജീവാവസാനത്തെ നിങ്ങളൊന്ന് കണ്ടാൽ, വരും തലമുറയൊന്ന് കണ്ടാൽ, ആ ജീവാവസാനം കൊണ്ടോ അവക്ക് നിങ്ങളോട് ചില ദൂത് പറഞ്ഞു തരാനുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ പ്രിയപ്പെട്ടവരുടെ ലൈഫ് എന്ന് പറയുന്നത് വരും തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷനാണ്, വരും തലമുറയ്ക്ക് ഒരു എക്സാമ്പിളാ, ഒരു മാതൃകയാ. വരും തലമുറയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ ആദിമ നൂറ്റാണ്ടിൽ കഷ്ടപ്പെട്ട ദൈവഭക്തന്മാരെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇപ്രകാരം പറയാറുണ്ട്, ഇങ്ങനെ ദൈവദാസന്മാർ ഇന്ന പ്രകാരം കഷ്ടപ്പെട്ടു. പക്ഷെ ആ കഷ്ടതയെക്കുറിച്ച് പറയുമ്പോൾ വരും തലമുറയാകുന്ന എനിക്കും നിങ്ങൾക്കും അതിനകത്ത് ഒരു മാതൃകയായിട്ട് കാണുവാൻ സാധിക്കുമെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവഭക്തന്മാർ അങ്ങനെ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കും അതിനെ ഒരു ഭാവമായിട്ട് എടുക്കുവാൻ സാധിക്കുമെന്ന് എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കുമെങ്കിൽ, ആ മരിച്ചവർ ഒരു കാര്യം ചെയ്തേച്ചാ പോയേ, അവർ എനിക്ക് ഒരു മാതൃകയായിരുന്നു, എനിക്കൊരു മാതൃകയാണ്. ഈ വേർഡ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ശേഷം വരുന്ന ഒരു തലമുറയ്ക്ക് ഞാൻ എന്താ കൈമാറുന്നേ, എനിക്ക് പിന്നാലെ കടന്നു വരുന്ന ഒരു തലമുറയ്ക്ക് എന്നെ നോക്കിക്കൊണ്ട് എന്ത് വെച്ചാ ഞാൻ പോകുന്നേ, എന്തുവാ പറയുന്നേ, എൻ്റെ അപ്പൻ നല്ലവനായിരുന്നു, നല്ലവനായിട്ട് മരിച്ചെന്ന് പറയുന്നതോ, ദൈവത്തെ കഴിഞ്ഞ നാൾ കണ്ടുമുട്ടി ഒത്തിരി കഷ്ടതര നിലവിൽ കണ്ടുമുട്ടിയത് ദൈവം അവസാനമായിട്ട് അനുഗ്രഹിച്ചെന്ന് പറയുന്നതോ, എന്താ പറയാൻ സാധിക്കുന്നേ? കഴിഞ്ഞ നാളുകളിൽ ഞാൻ കടന്നു പോയതായിരിക്കും വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ. എൻ്റെ പിന്നാലെ കടന്നു വരുന്ന ഒരു ജനം കണ്ടുകൊണ്ട്, അന്ന് ഈ ദൈവദാസൻ ഇങ്ങനെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് ദൈവം ഇങ്ങനെ മാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ദൈവം ഇന്നത് കൊടുത്തു, അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും അതേ കാര്യം ചെയ്യും എന്ന് വരും തലമുറയെ കൊണ്ട് പറയിപ്പിക്കുവാൻ സാധിക്കുന്നതോ? ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിൽ ജനിച്ചു, കുറച്ചു കാലം ജീവിച്ചു, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ച് അവസാനം മരിച്ച് മാറ്റപ്പെടുമ്പോൾ ചില ദിവസങ്ങൾക്കുള്ളിൽ ആ വ്യക്തിയുടെ പേരോ ആ വ്യക്തിയുടെ പ്രവർത്തനമോ ലോകം അറിയുവാൻ സാധ്യമാകാതെ അതോടുകൂടെ കുഴിച്ചു മൂടുന്നുവെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? വരും തലമുറ ഒന്ന് കാണട്ടെ, വരും തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ, വരും തലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ. അതിന് നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് ചിന്തിക്കരുത്. ഇന്ന് ദൈവത്തോടുകൂടെ ചേർന്ന് ജീവിച്ച് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നാളെ വരുന്ന തലമുറയ്ക്ക് നമുക്കൊരു ഇൻസ്പിറേഷനായി മാറ്റപ്പെടുവാൻ സാധിക്കും. ഇതാ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നേ. സാധ്യമല്ലേ? സാധ്യമാ. ഇന്നും വിളിച്ചു പറയുന്നില്ലേ ഒരു സ്തെഫാനോസ്? എന്താ വിളിച്ചു പറയാനുള്ള കാരണമെന്ന്? ജനം കല്ലെടുത്ത് വലിച്ചെറിയുവാനായിട്ട് ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കെട്ടപ്പെട്ടു നിൽക്കുക, അല്പനിമിഷത്തിനുള്ളിൽ തന്നെ മരിക്കുവാൻ പോകുക. പക്ഷെങ്കിൽ എന്ത് കണ്ടു ആ മുഖത്ത് ജനം നോക്കുമ്പോൾ? ദൈവദൂതന്റെ മുഖം പോലെ ശോഭിച്ചു. എന്തുകൊണ്ടങ്ങനെ ശോഭിക്കുവാനുള്ള കാരണം?
ഒരു കാര്യം താൻ തീരുമാനിച്ചു, തന്നെ രക്ഷിച്ച രക്ഷകന് വേണ്ടി ഈ ലോകത്തിൽ മരിക്കേണ്ടി വന്നാലും, മരണം ഏറ്റെടുക്കേണ്ട അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നാലും, ആ മരണത്തിന് വേണ്ടി ഞാൻ ഒരുക്കമാണ്. സാധാരണപ്പെട്ടവരെ കൊണ്ട് പറ്റത്തില്ല. പത്രോസേ, നിന്റെ ആദ്യകാല ജീവിതത്തിൽ നിനക്ക് നടക്കത്തില്ല. നിനക്ക് താല്പര്യമുണ്ട്, യേശുവിനോട് കൂടെ മരിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ട്. പക്ഷെങ്കിൽ നിന്റെ ജഡത്തിൽ നീ ജീവിക്കുന്നിടത്തോളം കാലം നിനക്കത് സാധ്യമല്ല. ശ്രദ്ധിക്കണം പോയിന്റ്സ്. ജഡത്തിൽ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം വിശ്വാസത്തിന് വേണ്ടി യാഗമാകുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമല്ല. വിശ്വാസത്തിന് വേണ്ടി യാഗമായി മാറ്റപ്പെടണമെങ്കിൽ, എൻ്റെ ജീവിതം ഒരു മാതൃകയായി മാറ്റപ്പെടണമെങ്കിൽ, വരും തലമുറയ്ക്ക് ഇൻസ്പിറേഷനായിട്ട് മാറ്റപ്പെടണമെങ്കിൽ ഒരു കാര്യം സംഭവിച്ചേ സാധ്യമാകത്തുള്ളൂ. ജഡീകൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് വിട്ടുമാറ്റപ്പെട്ട ഒരു തികഞ്ഞ ആത്മീയനെ പോലെ ജീവിക്കുക. ഒരാത്മീയനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഒരാത്മീയൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. അതുവരെ അത് വരത്തില്ല. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കുകയില്ല. ലോകത്തെ നിങ്ങൾ പകയ്ക്കുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കും. അപ്പൊ ലോകത്തോടു കൂടെ കൂട്ടുവാൻ നടക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ ലോകവുമായിട്ട് യാതൊരു പ്രശ്നവും കാണത്തില്ല. രണ്ടും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നുപോയി എന്നാൽ ഒരു പർട്ടിക്കുലർ സമയം കടന്നു വരും. നീതിമാനായിരിക്കുന്ന ലോത്ത് തൻ്റെ നീതിമാനായിരുന്നുവെങ്കിൽ തന്നെയും ആ നീതിയിൽ വലഞ്ഞു പോയതായിരിക്കുന്ന ഒരു വ്യക്തി. എന്താ കാരണം? തൻ്റെ ജീവിതത്തിൽ താൻ ആത്മീയനോ ആണോ, എന്നാൽ ജഡമനുഷ്യനാണോ? അതുമാണ്. ഇത് രണ്ടും കൂടെ മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് ലോത്ത് മുൻപോട്ട് നയിച്ചു കൊണ്ടേയിരുന്നത്. ദൈവം അവനോട് കരുണ കാണിക്കുവാൻ കാരണമായി തീർന്നതുകൊണ്ട് രക്ഷപ്പെട്ടുവെങ്കിൽ തന്നെയും വന്നൊരു സംഭവം നോക്കണം. വരും കാലത്തേക്ക് മറ്റുള്ളവരെ മുഖത്തോട്ട് നോക്കുമ്പോൾ കാക്കിച്ച് തുപ്പണ്ട രീതിയിൽ ഹീനമായിരിക്കുന്നൊരു പ്രവർത്തനത്തിന് ഉടമയായി തീരുവാൻ ലോത്തിന് കാരണമായി ഇല്ലേ? രക്ഷപ്പെട്ടില്ലേ? സോദോം ഗൊമോറയുടെ നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? എന്നിട്ടും എവിടെ കൊണ്ട് അവസാനിപ്പിച്ചു? എവിടെ കൊണ്ട് ജീവിതം കൊണ്ട് അന്യപ്പെട്ടു കൊടുത്തുപോയി? എന്താ ഇവിടുത്തെ വിഷയം? ദൈവത്തിന്റെ ദാസൻ പറയുക, അവരുടെ ജീവാവസാനമോത്ത്, അവരുടെ ജീവാവസാനമോത്ത്. എന്താ അവക്കുണ്ടായിരിക്കേണ്ടത്? വരും തലമുറയ്ക്ക് ഒരു സാക്ഷ്യം വെക്കണം. ഇന്ന് രാത്രി ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. വരും തലമുറയ്ക്ക് ഉത്തേജനമാകുന്ന രീതിയിൽ ഒരു സാക്ഷ്യം വെച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ ധന്യമായത് വേറൊന്നുമില്ല. ഒരു സ്ത്രീ ചെയ്ത ഒരു കൊച്ചു പ്രവർത്തനം ഇന്നും ലോകം ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവളെ ഓർത്തുകൊണ്ടിരിക്കുക. എന്താ? ഒറ്റ പ്രവർത്തനം. തനിക്കുണ്ടായിരുന്ന വിലയേറിയ സ്വച്ഛ ജലമാംസ തൈലം താൻ പൊട്ടിച്ച് യേശുക്രിസ്തുവിന്റെ കാൽക്കൽ ഒഴിച്ച് അവന്റെ പാദം തുടച്ച് പാദം ചുംബിക്കുവാൻ കാരണമായി തീർന്നതോ കാര്യമനാഥനാകുന്ന യേശു പറഞ്ഞ ശിഷ്യന്മാരോർത്തു, ഇത് പാഴ്ചെലവാ. നാഥനാകുന്ന യേശു പറഞ്ഞു, ഈ സുവിശേഷം എവിടെയെല്ലാം പ്രസംഗിക്കുമോ, ഏതെല്ലാം കാട്ടില്, ഏതെല്ലാം നാട്ടില്, ഏതെല്ലാം സ്ഥലത്ത് പ്രസംഗിക്കുവാനിടയായിത്തീരുമോ, അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. നല്ലത് ചിലത് വെച്ചു പോയി, നല്ല ചില മാർഗങ്ങൾ കാണിച്ചു പോയി. ഒരു ലീഡേഴ്സായിത്തീരുമ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചേക്കുന്നത് ഒരു ലീഡർഷിപ്പിന് വേണ്ടിയാണ്. ആ ലീഡേഴ്സായിട്ട് ഞാൻ നിൽക്കുമ്പോൾ, ഞാൻ നിങ്ങളും ആയിരിക്കുന്നിടത്ത് ഒരു ലീഡർഷിപ്പുണ്ട്. അതിൽ ഞാൻ നിങ്ങൾ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ശാന്തമായിട്ട് മനസ്സിലാക്കണം. ഈ ചിന്ത
ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളത്തിൽ പകരട്ടെ. വരും തലമുറയ്ക്ക് കഴിഞ്ഞ 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവദാസന്മാർ അവരെക്കുറിച്ച് പറയുന്നത് അവർ വിശ്വാസത്തിൽ മരിച്ചു. എന്നെയും നിങ്ങളെയും കുറിച്ച് ചിലത് പറയട്ടെ. എന്താ നമ്മൾ ചെയ്യണ്ടേ? സാധാരണപ്പെട്ട തീർന്നില്ല. എന്താ സാധാരണ വിശ്വാസികൾ ചെയ്യേണ്ടത്? 3 കാര്യം. ഒന്നാമത്തെ കാര്യം 13:7 ഒബേദം, അനുസരിക്കുക. അവരെ അനുസരിക്കുക. അതാണ് ഒന്നാമത്തെ ആവശ്യം. ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തുന്നവരെ. 1 Thessalonians chapter 5 verse 12. 1 Thessalonians 5:12. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ ഒബേദം. അതാവശ്യം. താഴെ പറയുന്നുണ്ട്, അവർ വാസ്തവമായിട്ട് അവർ മാന്യരാണ്. ഒബേദം. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ദ ലീഡേഴ്സ്. ഒന്നാമത്തെ ചുമതലയാണ് അവരെ അനുസരിക്കുക. രണ്ടാമത് ചെയ്യേണ്ട കാര്യം 13:7. രണ്ടാമത്തത് റിമെമ്പർ ദം, അവരെ ഓർക്കുക. ഇവരെല്ലാം മരിച്ചു മാറ്റപ്പെട്ടവരാ, ജീവനോടിരിക്കുന്നവരല്ല. അവരെ ഓർത്തുകൊള്ളുക. എന്തിനാ ഓർക്കണ്ടേ? നമ്മുടെ ജീവിതം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പ്രിയപ്പെട്ടവരനുഭവിച്ച കഷ്ടത ഒന്നോക്ക്. എനിക്ക് മുൻപേ പോയവർ അതേ രീതിയിൽ കഷ്ടം അനുഭവിച്ചു. എന്നാൽ അതുകൊണ്ട് എനിക്കും അത് വഹിക്കുവാൻ സാധിക്കും, എനിക്കും അത് ഏറ്റെടുക്കുവാൻ സാധിക്കും. മൂന്നാമത്തെ പ്രത്യേകത 7 അവസാനം. ഫോളോ ദെയർ ഫെയ്ത്ത്. അവരുടെ ജീവാവസാനമോർത്ത്. എന്തോ പറഞ്ഞേക്കുന്നേ? ജീവാവസാനമോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവരെ ഓർക്കണമെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ ഏതിൽ നിൽക്കണം? വിശ്വാസത്തിൽ അവർ നിൽക്കണം. വിശ്വാസം നിന്നില്ലെങ്കിൽ അവരെ ഓർക്കേണ്ട കാര്യമില്ല. വിശ്വാസത്തിൽ നിൽക്കണം. അവരെ നിന്നതായിരിക്കുന്ന വിശ്വാസം, അവരെ പിടിച്ചതായിരിക്കുന്ന വിശ്വാസം, അവരെ മുറുകപ്പെറ്റതായിരിക്കുന്ന വിശ്വാസം, അവരെ കൊണ്ടു നടന്നതായിരിക്കുന്ന വിശ്വാസം, അതായിരിക്കണം എനിക്ക് നിങ്ങൾക്കും മുറുകെ പിടിപ്പാനുള്ളത്. ഫോളോ ദെയർ ഫെയ്ത്ത്. അവരുടെ വിശ്വാസത്തെ അനുകരിപ്പീൻ. വിശ്വാസത്തെ അനുകരിപ്പീൻ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി അവരെന്ത് ചെയ്തുവോ അത് ഞാനും ചെയ്യേണ്ട സാഹചര്യങ്ങൾ സന്തോഷത്തോടെ അത് ചെയ്യുക. അതാ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ആത്മീയ കടപ്പാട്, ആത്മീയമായിരിക്കുന്ന കർത്തവ്യങ്ങൾ. അവരെ അനുസരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു, അവരെ ഓർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അവരുടെ ഫെയ്ത്ത് അനുകരിപ്പാൻ എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടഞ്ഞിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ടോ. വരും തലമുറയ്ക്ക് എനിക്കും നിങ്ങൾക്കും എന്തു വെച്ചേച്ച് പോകുവാൻ സാധ്യമായിത്തീരുന്നു? കുറേ സമ്പത്താണോ? അതോ കുറച്ച് നാണം കെട്ട പ്രവൃത്തികളാണോ? എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ ലീഡർ ഇന്നാളായിരുന്നു എന്ന് പറയാനാണോ? അതോ എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ വരത്തക്കവണ്ണം ചിലത് വെച്ചേച്ച് പോകുവാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയത് മറ്റൊന്നുമില്ല.